channel. This is Girls Fantasy. Up in the thumbnail കണ്ട പോലെ തന്നെ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് തെക്കേ മലമ്പുഴയിലോട്ടാണ്. ബിക്കോസ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടുവരികയാണ് നമ്മുടെ ഇവിടുത്തെ അടിപൊളി ക്ലൈമറ്റിൽ. ഇപ്പോൾ വെയിലാട്ടോ, മഴ വന്നാലേ അടിപൊളി ആവുള്ളൂ. എന്നാലും മലമ്പുഴയിൽ ഷട്ടറും തുറന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ പിന്നെ അത് ടൈമിനനുസരിച്ച് നമ്മൾ പോവേണ്ടെന്ന് ആലോചിക്കാം. പിന്നെ എന്താ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഞാൻ കുറേ ആയി വീഡിയോ ആയിട്ട് ഇടുന്നില്ല, ഫുൾ ഷോർട്സ് ആയിട്ടാണ് ഇടുന്നത്. എനിവേസ് ഇതൊരു വീഡിയോ കണ്ടന്റ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ ഈ ഔട്ട്ഫിറ്റ് അന്ന് ട്രെൻഡ്സ് നിന്ന് എടുത്താണ്. ഇത് കുറേ ഞാൻ ഡ്രസ്സസ് എടുത്തതെല്ലാം കൂടെ ഒരു വീഡിയോ ഉണ്ട്. പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്യാൻ പോലും എനിക്ക് ടൈം കിട്ടില്ല. അത് കമ്മിങ് വീഡിയോയിൽ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. സോ ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പോയി കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ നിൽക്കുമ്പോൾ അമ്പാടി വന്നിട്ടുണ്ട് കേട്ടോ. അമ്പാടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒരു ഹായ് ഒക്കെ പറയൂ. ഹായ്, എല്ലാവരും ചേച്ചിയുടെ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണേ. ഓക്കെ ഓക്കെ. അപ്പം നമ്മളിവിടെ എത്തി തെക്കേ മലമ്പുഴ പോണതിൻ്റെ വഴി ഞാൻ പറഞ്ഞു ഷട്ടർ തുറന്നിട്ട് ഡാമിൻ്റെ കാണിച്ചു തരാം. അതേ യെസ്. പക്ഷേ ആക്ച്വലി ടോട്ടൽ 4 എണ്ണം ഉണ്ട്. 2 എണ്ണം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുള്ളൂ. മരം അറിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഉള്ളിലോട്ട് ടൈം ഉണ്ടെങ്കിൽ പോവാം. നമുക്ക് ഫസ്റ്റ് തെക്കേ മലമ്പുഴ പോവാം, അവിടുത്തെ അടിപൊളി വ്യൂ കാണാം. സംഭവം ഇവിടെ നോക്കുമ്പോൾ ഫുൾ ഷട്ടേഴ്സ് ഓപ്പൺ ആയത് നല്ല വ്യൂ ആണ്. മലമ്പുഴ ഫുൾ വ്യൂ കാണുന്നുണ്ട്. അതൊക്കെ അതുകൊണ്ട് തന്നെ ഉള്ളിൽ പോകുന്നില്ല. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. അതാണ് നമുക്ക് നല്ലത്. എന്തായാലും അടിപൊളി വ്യൂ ഇവിടെ തന്നെ കിട്ടുമ്പോൾ ഇനിയിപ്പോൾ വെറുതെ ടിക്കറ്റൊക്കെ എടുത്ത് എന്തിനാണ്. അതുകൊണ്ട് ഇനി നേരെ നമുക്ക് തെക്കേ മലമ്പുഴ പോകണത് നല്ലത്. ഇവിടുന്ന് വ്യൂ അടിപൊളി കിട്ടിയപ്പോൾ ഇനി ഉള്ളിലോട്ട് പോകുന്നില്ല. ഓക്കെ, നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇങ്ങോട്ടുണ്ട് കാണുന്നത്. അവിടെ പോകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? ഈ സ്ഥലം കയറിയാൽ അപ്പം നമുക്ക് ഇതിലേക്ക് പോവാം. അവിടുന്ന് കണ്ട വ്യൂ ആണ് കാണുന്നത്. അടിപൊളി അടിപൊളി അടിപൊളി. പക്ഷെ മഴ മാത്രമില്ല. സ്ലീവ്ലെസ് ഇട്ടിട്ട് മഴയില്ല എന്നുള്ള അഹങ്കാരത്തിൽ വന്നാണ്. വെയിലടിച്ച് അടിപൊളി ടാനാവുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അവിടെ അവരൊക്കെ എന്തൊക്കെ കളിക്കുന്നു, മഴയത്ത് ഫുട്ബോൾ കളിക്കുന്നു. അവര് ദേ കാണുന്ന ഒരു വഴിയുണ്ട്. ഇതാ ഇതിലേ പോയി കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ മഴ ഉണ്ടെങ്കിലും അടിപൊളിയുള്ളൂ. ഇത്ര വെയിൽ വന്നിട്ട് എനിക്കൊരു ഇഷ്ടമാവുന്നില്ല. വ്യൂ അടിപൊളിയല്ല, പക്ഷെ മഴയിൽ കോട്ടൊക്കെ കാണാന്ന് വിചാരിച്ചാണ്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളത് വെച്ച് സ്വന്തം. മഴയില്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാം. നമ്മൾക്ക് വെള്ളം ഞാനിങ്ങനെ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് കുറേ എന്തൊക്കെയോ കാണിച്ച് എനിക്ക് മഴയില്ലാത്തതിൻ്റെ ദേഷ്യം വരലാണ്, വേറെ ഒന്നുമല്ല. ബിക്കോസ് ഐ എക്സ്പെക്ട് മോർ റെയിൻ. കോട്ട്, മഴ, ഇങ്ങനെയൊക്കെ വെള്ളത്തിലിറങ്ങുക അങ്ങനെയാണ്. ഇപ്പം എന്താ വെച്ചാൽ നല്ല വെയിൽ. ഓക്കെ, അതുകൊണ്ടുള്ള മാത്രമാണ് ഐ ഡോണ്ട് ലൈക്ക്. എനിക്കറിയില്ല. എനിവേസ് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും വിചാരിക്കുന്നു. നോക്കാം. ഓരോ മാങ്ങ എടുത്തു ഏതൊക്കെയോ മുക്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. കൊള്ളാം. അവിടെ ഇങ്ങനൊക്കെ മരമൊക്കെ ആയി അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് പിന്നെയും കുഴപ്പമില്ല. ഞാൻ ടയർഡായി. എന്തായാലും താഴെ വെള്ളത്തിൽ ഇറങ്ങണോ വേണ്ടിയോ എന്ന് നമ്മൾക്ക് ആലോചിച്ച് ഇറങ്ങാം.
ചെറിയ പിള്ളേരൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ തിരക്ക് കാരണം അവിടെ പോകുന്നത്. ഇവിടുന്ന് കാണുമ്പോൾ അത് വ്യൂ അടിപൊളിയായിട്ട് വൈബൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ അടുത്ത് എന്തോ പറയണമെന്ന് വിചാരിച്ചതല്ലോ. ജസ്റ്റ് പ്ലാൻ ടു റോപ്പിൽ പോവാന്ന് വിചാരിച്ചു. ഉള്ളിൽ കയറിയില്ലെങ്കിൽ റോപ്പിൽ പോവാന്ന് കുറേ ആയി. ചെറുപ്പത്തിലൊക്കെ വൈബ് പിടിച്ച് നടന്ന സംഭവമായിരുന്നു. റോപ്പിൽ കയറുക പറഞ്ഞാൽ ഭയങ്കര എന്തോ സംഭവമാണ്. പക്ഷെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും റോപ്പിൽ കയറാം. നമ്മൾ ഉള്ളിലോട്ട് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല, ആ വഴിയിലോട്ട് പോവാ. അതിനായിട്ട് ഇവിടെ ഏതോ വഴിയുണ്ടതോ. അപ്പോൾ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ എന്തായാലും റോപ്പിൽ കുറച്ച് ആസ്വദിക്കട്ടെ. പണ്ടത്തെ നൊസ്റ്റാൾജിക് വൈബൊക്കെ എടുത്ത്. റോപ്പിൽ ഞാൻ ലാസ്റ്റായിട്ട് എപ്പോൾ പോയിണ്ടാവും അറിയോ? 6th or 5th അത്ര തന്നെ. അല്ല, അതിൻ്റെ ഇടയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പോയിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ ചാച്ചടിയും മയമ്പടിയും മാരേജ് അവരെ കഴിഞ്ഞിട്ട് അവർ ചുമ്മാ മലമ്പുഴയ്ക്ക് വന്നപ്പോൾ അവരോട് വന്നിട്ടുണ്ട്. അതെ എത്രാം ക്ലാസ്സിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിവേസ് ഞാൻ റോപ്പിൽ കയറാൻ പോകണല്ലോ. ടിക്കറ്റ് എടുത്തു. ഞാൻ റോപ്പിൽ കയറിയല്ലോ. ഓക്കെ എന്താണെന്നറിയില്ല, ഇത് മാത്രമോടെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ഹാപ്പിയായ സംഭവം കേട്ടോ. ഇതിനകത്തൊക്കെ മീൻ എത്രയുണ്ടോ. ഞാൻ ഇതിൽ പണ്ട് ഈ സൈഡിൽ നിന്നൊക്കെ ബോട്ടിലൊക്കെ പോയിട്ടുണ്ട്. ഇതാ ഈ വേലോട്. അപ്പം ആ ബോട്ട് സർവീസ് ഒന്നും ഇല്ലേ എന്തോ അറിയില്ല. ഇവിടെ ആരൊക്കെ പേരൊക്കെ എഴുതി വെച്ചാൽ അതാ ഫോക്കസ് ആവുന്നത്. ഷിറ്റ്, സംഭവം കണ്ടന്റൊന്നും കിട്ടാണ്ടല്ല. തെക്കേ മലമ്പുഴ വൈബ് പിടിച്ചിട്ട് സംഭവം വന്നാണ്. ഇതെങ്കിലും ആയല്ലോ എന്ന് പറഞ്ഞാണ്. പക്ഷെ ഇത് എൻജോയ് ചെയ്തു. ഞാൻ എൻജോയ് ചെയ്തു. റോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി വൈബ് പിടിച്ചിറങ്ങി. ഇനിയിപ്പോൾ എവിടെ പോകണം എന്താണെന്നൊരു ഐഡിയ ഇല്ല. നോക്കാം. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു. എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. റോപ്പിൽ പോയത് മാത്രം ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. എനിവേസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.